ബി.ജെ.പിയുടെ വക്താവായിരുന്നു സന്ദീപ് വാര്യർ. ഒരു ഘട്ടത്തിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേരുന്നു. അപ്പോൾ കോൺഗ്രസിലേക്ക് ചേരും മുമ്പ് എന്തെങ്കിലും ഓഫർ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ജനറൽ സെക്രട്ടറി ആക്കും കോൺഗ്രസിൻ്റെ എന്നാണ് പുറത്തു വന്ന വാർത്തകൾ. ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് കോൺഗ്രസിലെ അണികൾക്കും മുസ്ലിം ലീഗിനും സന്ദീപ് വാര്യർക്ക് പെട്ടെന്ന് പദവികൾ നൽകുന്നതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യർ ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായി തുടരേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെയായിരിക്കുമോ സംഭവിക്കുക? സിനുജി, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു സംസ്ഥാനം, അതായത് കേന്ദ്രത്തിൻ്റെ റഡാറിലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. എങ്ങനെ ഞങ്ങളെ പൊക്കിക്കൊണ്ടുവരണമെന്നാണ് അവരുടെ ചിന്ത എപ്പോഴും. അങ്ങനെയുള്ളൊരു പാർട്ടിയുടെ സംസ്ഥാന വക്താവായിട്ടിരിക്കുന്നതാണോ KPCCയുടെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഷിപ്പിലെ ഒരു ജീവനക്കാരനാവുന്നതാണോ നല്ലത് എന്ന് ആലോചിക്കുക. കപ്പിത്താൻ പോലും അല്ല കേട്ടോ, ഒരു ജീവനക്കാരൻ, കടലിലേക്ക് എടുത്ത് ചാടണ്ട, അല്ലെങ്കിൽ നങ്കൂരത്ത് എവിടെയെങ്കിലും തൂങ്ങിക്കിടക്കേണ്ട ഒരാളാവേണ്ടതാണോ മികച്ചത് എന്ന് ആലോചിക്കേണ്ട വ്യക്തി സന്ദീപ് ജി അല്ലേ. എനിക്ക് വളരെ നല്ല കുഞ്ഞനിയനെ പോലെയാണ്. ഞങ്ങളൊക്കെ ഷോക്ക്ഡായിപ്പോയി. താണുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലിലേക്ക് ആരെടുത്ത് ചാടും? ഇത് നല്ല ഊർജ്ജസ്വലമായി കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷിപ്പാണ് BJP എന്ന് പറയുന്നത്. നമ്മൾ ലോകത്തിലെ നമ്പർ 1 ഫിനാൻഷ്യൽ പവറായിട്ട് മാറുന്നു, ന്യൂക്ലിയർ പവറായിട്ട് മാറുന്നു. ജനങ്ങളെല്ലാം BJPയുടെ ഒപ്പമാണ്. ആ സമയത്ത് ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തിന് വേണ്ടി അത് കൊടുത്തിട്ട് പോലുമില്ല, ഓഫറാണ്. ഇങ്ങനെയൊക്കെ ചാടുമ്പോൾ ജനറൽ സെക്രട്ടറി ആയിട്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. സരൻ എന്താ ചെയ്തത്? അദ്ദേഹത്തിന് കുറച്ചും കൂടെ ഇതുണ്ട്, പറയുന്നില്ല, ഇതുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വന്നത് അവിടുത്തെ അദ്ദേഹത്തിന് എന്ത് വേണമോ അത് അദ്ദേഹം സാധിച്ചിട്ടാണ് വന്നത്. സന്ദീപ് ജി എന്തൊക്കെയോ കാണിക്കുന്നു. ഞാൻ മിനിങ്ങാന്ന് തിരുവനന്തപുരത്തായിരുന്നു, അവിടെ മുഴുവൻ ഫ്ലെക്സ്, സന്ദീപ് ജി എന്തോ ഉദ്ഘാടനം ചെയ്യുന്നു. ഇദ്ദേഹത്തെ അവർ കൊണ്ടു നടന്ന് കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുക എന്നൊരു അങ്ങനെ ഒരു ചൊല്ലില്ലേ, അതുപോലെയല്ലേ സന്ദീപ് ജി എന്തിനിത് ചെയ്തു? സന്ദീപ് ജി ആര് പോയാലും ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി സോളിഡാണ്. അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും പേഴ്സണാലിറ്റിക്കും യോജിക്കാത്ത ഒരു സ്ഥലത്തേക്കാണ് അദ്ദേഹം പോയത്. ഈ പറഞ്ഞ ഞാനിപ്പോൾ അതിനുശേഷം എന്താണെന്നറിയില്ല, ഫേസ്ബുക്ക് തുറന്നാൽ ആദ്യം സന്ദീപ് ജിയുടെ ഇതാണ് വരുന്നത്, അല്ലെങ്കിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കോൺഗ്രസിൽ നിന്ന് പോയ ആൾക്കാർ അതിൻ്റെ അടിയിൽ വന്ന് ചെയ്യുന്ന കമൻറ്റുകൾ കാണണം. ആരും അത് അംഗീകരിച്ചിട്ടില്ല. BJPക്കാരും അംഗീകരിച്ചിട്ടില്ല, കോൺഗ്രസ്സുകാരും അംഗീകരിച്ചിട്ടില്ല, CPM-കാരും അംഗീകരിച്ചിട്ടില്ല, മുസ്ലിം ലീഗുകാരും അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം സ്വന്തമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നു. ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ സന്ദീപ് ജി ഒരു ഘട്ടത്തിൽ നമ്മൾ BJPയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും വായിൽ നിന്ന് വന്ന വാക്കുകളുടെ ഇതുകൊണ്ടായിരിക്കും ഒഴിവാക്കി നിർത്തി. അത് കഴിഞ്ഞ് അദ്ദേഹം വരുന്നത് സ്പോക്സ് പേഴ്സണായിട്ടാണ് വരുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗം. എല്ലാ ചാനൽ ചർച്ചയും BJPയെ ഡിഫെൻഡ് ചെയ്യുന്നത് ആരാണ്? അതെന്തൊരു വലിയ കാര്യമാണ്. രാജ്യം ഉറ്റുനോക്കിക്കൊണ്ട് എവിടെ നിന്നൊക്കെയാണ് നോക്കുന്നത്, ഏത് സമയത്തും നമ്മളെ വാച്ച് ചെയ്തുകൊണ്ട് ഒരു സംവിധാനമുണ്ട്. അങ്ങനെ BJPയുടെ നേതാക്കളൊക്കെ കൃത്യമായിട്ട് ഒരു മോണിറ്ററിംഗ് സംവിധാനത്തിലാണോ നിർത്തിയിരിക്കുന്നത്? മോണിറ്ററിംഗ് എന്ന് പറയാൻ പറ്റില്ല. അവർ കൃത്യമായിട്ട് വാച്ച് ചെയ്യേണ്ട ആൾക്കാരെ, അല്ലെങ്കിൽ അവർക്ക് പ്രതീക്ഷയുള്ള ആൾക്കാരുടെ മേത്തൊരു കണ്ണുണ്ട്. അതായത് ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ നോക്കി വച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരുടെ മേത്തൊരു കണ്ണുണ്ട് എന്ന് പറയാമെന്ന് തോന്നുന്നു. എനിക്ക് പറയാമോ എന്നറിയില്ല, അതെങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്ന അറിയില്ല. ഞാൻ മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് മഹിളാ മോർച്ചയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന വിക്ടോറിയ ഗൗരി എന്ന് പറഞ്ഞ മാഡം ഇപ്പോൾ അഡ്വക്കേറ്റ് ആയിരുന്നു, ജഡ്ജ് ആണ് തമിഴ്നാട്ടിൽ എന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ആ മാഡം എന്നെ വിളിച്ചിട്ടുണ്ട്. പ്രത്യേക തരം തൈലം, ചന്ദനത്തിൻ്റെ എന്തോ ഉണ്ടാക്കിയത്, അതെനിക്ക് വേണം പത്മജാജി, അത് എവിടെയും കിട്ടുന്നില്ല. ഞാൻ ലോയേഴ്സ് കോൺഫറൻസിൽ പങ്കെടുക്കാനായിട്ട് എറണാകുളത്തേക്ക് വരുന്നുണ്ട്, താജിലാണ് താമസിക്കുന്നത്, പൈസ 2000 രൂപയുടെ വരുന്നുണ്ട്, പൈസ മേടിക്കാതിരിക്കരുത്, ഫ്രീ ആയിട്ട് എനിക്ക് വേണ്ട, നിങ്ങളുടെ ഗിഫ്റ്റായിട്ട് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിവിടെ എങ്ങും അന്വേഷിച്ച് കിട്ടുന്നില്ല. അപ്പോൾ ആരോ പറഞ്ഞു നെടുമ്പാശ്ശേരി എയർപോർട്ടിലുണ്ടെന്ന്. ഞാൻ അവിടുന്ന് എന്തായാലും ഇത്രയും ബുദ്ധിമുട്ടിയാക്കി 2 എണ്ണം മേടിച്ചു. മാഡത്തിനെ വിളിച്ച് പറഞ്ഞു. മാഡം ശരി 2 എണ്ണം, കാരണം ഇത് ഇവിടെ എങ്ങും ഇല്ലെങ്കിൽ പിന്നെ 2 എണ്ണം ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി ഞങ്ങളുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി, എറണാകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാൻ താജിൽ പോയി. വൈകുന്നേരം 6:30-7 മണിക്ക് മാഡത്തിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഇതും കൊടുത്തു. മാഡം എനിക്ക് രൂപയും തന്നു. ഞാനത് പോക്കല് ഞാൻ വേണ്ടാന്നൊക്കെ ഒരു ഭംഗിക്ക് പറ്റില്ല, അതായിരുന്നു ആദ്യമേ നമ്മുടെ കണ്ടീഷൻ, പൈസ മേടിക്കണം. ഞാൻ പോക്കറ്റിൽ വെച്ചു. രാത്രി കുറച്ച് നേരം ആയപ്പോൾ ഒരു 9 ഫേസ്ബുക്കിലേക്ക് അപ്പം തന്നെ ഇട്ടു, മാഡത്തിൻ്റെ കൂടെ നിൽക്കുന്ന പടമൊക്കെ ഇട്ടു. എനിക്കൊരു ഫോൺ വരികയാണ്.
അന്നത്തെ ഞങ്ങളുടെ സംഘടന ജനറൽ സെക്രട്ടറി. പത്മജാജി ഇന്നെന്തായിരുന്നു പരിപാടി? അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹം പത്മചേച്ചി എന്നാണ് വിളിക്കുക. പത്മചേച്ചി ഇന്നെന്തൊക്കെയായിരുന്നു പരിപാടി? അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു രാവിലെ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വിക്ടോറിയ ഗൗരി മാഡം വന്നിരുന്നു. മാഡത്തിനെ പോയി കണ്ടു. താജിലായിരുന്നു. ആരുണ്ടായിരുന്നു കൂടെ? പിന്നെ മണ്ഡലം ജനറൽ സെക്രട്ടറിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ പിന്നെ എന്തൊക്കെ സംഭവിച്ചു? അപ്പോൾ ഇല്ല, ഞങ്ങൾ കണ്ട് തിരിച്ചു വന്നു. ഇല്ല, വേറൊന്നും ഇല്ല, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തോ കൈമാറ്റം നടന്നില്ലേ അവിടെ? എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, അയ്യോ ഇത് ഞാൻ പറയാതിരുന്നാന്ന് വെച്ചാൽ മാഡം ഒരു കാര്യം മേടിച്ചു തരാമോ എന്ന് ചോദിച്ചു. മാഡം പൈസയും കൃത്യമായി തന്നു. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ഗിഫ്റ്റ് അല്ല, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. ഞാൻ എത്ര പ്രാവശ്യം എടുത്തെടുത്ത് പത്മചേച്ചിയോട് ചോദിച്ചു എന്തൊക്കെ ചെയ്തു എന്ന്. പത്മചേച്ചി അതെന്തിനാ ഒളിച്ചു വെച്ചത്? അത് ഒളിച്ചു വെച്ചതല്ല, ഗിഫ്റ്റായിരുന്നില്ല, ഒരു കാര്യം ചോദിച്ചു, അത് കൊടുത്തു. അപ്പം നോക്കൂ, ഒരു കാര്യം, പത്മചേച്ചി ഞങ്ങൾ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. പത്മചേച്ചി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. 24 മണിക്കൂറും പത്മചേച്ചി എന്ത് ചെയ്യുന്നു എന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ലീഡർഷിപ്പിലേക്ക് നിങ്ങൾ വന്നാൽ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ ചെയ്യുന്നത്. കറക്റ്റാണോ? ഞങ്ങളൊരു പാർട്ടിയുടെ ഒരു പൊസിഷനിലേക്ക് എടുക്കുമ്പോൾ ഞങ്ങളുടെ സംഘടനയ്ക്കും BJPയുടെ തത്വശാസ്ത്രങ്ങൾക്കും അതിൻ്റെ മൂല്യത്തിലും ഉറച്ചു നിൽക്കുന്ന, ഞങ്ങൾക്കൊരു കളങ്കമുണ്ടാക്കാത്ത ആളാണോ എന്ന് വളരെ ശ്രദ്ധിച്ചിട്ടേ ഞങ്ങൾ എടുക്കുകയുള്ളൂ. കാരണം പത്മചേച്ചിക്കൊരു സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ വരുന്നൊരു വ്യക്തിയല്ല. BJPയുടെ മൂല്യങ്ങളിൽ ഇഷ്ടപ്പെട്ട് വന്ന വ്യക്തിയാണ്. അപ്പം ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുമോ എന്ന് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, കോൺഗ്രസിൻ്റെ KSUവിൻ്റെ സംസ്ഥാന യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരുന്നു. പത്മചേച്ചിയുടെ അച്ഛൻ്റെ ചേട്ടൻ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അച്ഛൻ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുകയാണെങ്കിലും ഇടതുപക്ഷ സഹയാത്രികൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, CS മേനോൻ. അപ്പോൾ അങ്ങനെ ഒരാൾ BJPയിൽ വന്ന് വളരെ ആക്റ്റീവായി നിൽക്കുമ്പോൾ ഞങ്ങൾ താങ്കളെ പുതിയ പുതിയ പദവിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് അത് കഴിഞ്ഞ് ഞാൻ അഖിലേന്ത്യാ സെക്രട്ടറി, ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. ബ്രേക്കിംഗ് ന്യൂസ് ഇങ്ങനെ പോവുകയാണ്. ബ്രേക്കിംഗ് ന്യൂസ് പോകുമ്പോൾ ഞാനൊരു അന്ന് ഈ കോവിഡിൻ്റെ സമയത്ത് കമ്പ്യൂട്ടർ കോൺഫറൻസിലിരിക്കുക. എൻ്റെ ഹസ്ബൻഡ് കൊണ്ട് കാണിക്കുകയാണ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി അഖിലേന്ത്യാ സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ എന്നെ ഓരോരുത്തർ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട അന്നത്തെ ജനറൽ സെക്രട്ടറിയെ വിളിച്ചു. പത്മജ, കൺഗ്രാജുലേഷൻസ്. എന്തിനാണ്? ഞാനിത് കണ്ടിട്ടില്ല. എന്തിനാണ്? അഖിലേന്ത്യാ സെക്രട്ടറി ആയല്ലോ. പത്മജ അറിഞ്ഞിട്ടില്ല. എന്നാൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. അദ്ദേഹം ഫോൺ ഡിസ്കണക്ട് ചെയ്യാണ്. അപ്പം ഇങ്ങനെയാണ് പാർട്ടിയിലെ കാര്യങ്ങൾ. ഇപ്പോൾ ജോർജ് കുര്യൻജിയുടെ കാര്യം അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അദ്ദേഹം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുമ്പോഴാണ് അദ്ദേഹമാണ് മന്ത്രി എന്നറിയുന്നത്. അപ്പോൾ അത്രയും അവസരങ്ങൾ ഉണ്ടായിരുന്നു. സന്ദീപ് വാര്യർ ഇതെല്ലാം തട്ടിത്തെറിപ്പിച്ച് പോയത് വലിയൊരു ദുഃഖകരമായ അവസ്ഥയിലേക്ക് തട്ടിത്തെറിപ്പിച്ച് അദ്ദേഹം അറിഞ്ഞിട്ടില്ല പാർട്ടിയുടെ സ്ട്രാറ്റജി, പാർട്ടി എങ്ങനെയാണ് ഓരോരുത്തരെയും ഗ്രൂം ചെയ്യുന്നത്, പാർട്ടി നമുക്ക് എന്തൊക്കെയാണ് കരുതി വച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. അല്പനേരത്തൊരു വൈകാരികമായ ഒരു വിഷമം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തൊണ്ടൊരു മനപ്രയാസം, അതൊന്ന് നമ്മുടെ ചില യോഗയിൽ പറയും, ഞങ്ങൾക്ക് ആ വിഷമം മാറിയെന്ന് പറയും. അങ്ങനെ അദ്ദേഹം ചെയ്താൽ മതിയായിരുന്നു. അദ്ദേഹത്തിന് കൈവിട്ട് പോയത് എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, KSUവിൻ്റെ അഖിലേന്ത്യാ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ. അപ്പം അന്ന് മഹാത്മാഗാന്ധി ഇല്ല. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ അതാണ്. 2 പ്രാവശ്യം ശ്രീ രാജീവ് ജിയാണ് അന്ന് പ്രധാനമന്ത്രി, രാജീവ് ഗാന്ധി. മുഗൾ വാസനിക്കിനെ എൻ്റെ വീട്ടിലേക്ക് അയച്ചു, അഖിലേന്ത്യാ തലത്തിലേക്ക് വരണമെന്ന് പറഞ്ഞു. കാരണം ഇത്രയും നല്ല ബാക്ക്ഗ്രൗണ്ടുള്ളൊരു കുടുംബത്തിൽ വിദ്യാഭ്യാസമുള്ളൊരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക്. പക്ഷെ അപ്പോഴേ എനിക്ക് മനസ്സിലായി കോൺഗ്രസ് എൻ്റെ ചിന്താഗതിയോട് ചേർന്ന് പോകുന്നില്ല. നിർത്തി ജേർണലിസ്റ്റായിട്ട് തുടർന്നു. അത് കഴിഞ്ഞ് മോഡിജി ഗുജറാത്തിൽ ചെയ്യുന്ന വികസനങ്ങൾ കണ്ടിട്ടാണ് ഞാൻ BJP പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെട്ട് വരുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ്. ഇപ്പോൾ ഗുജറാത്തിൽ പോകുമ്പോൾ ഗുജറാത്ത് അവർ തന്നെ പറഞ്ഞു, ദീദി ഒന്ന് വന്ന് നോക്കണ്ടായിരുന്നു, എന്തായിരുന്നു അവിടെ ആ എലിയുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒന്ന് ലെറ്റ്സ് സോ ഡിഫറെൻറ്റ്. ഞങ്ങൾ UPയിൽ പോകും. UPയിൽ പോയപ്പോൾ അവർ പറയാണ്, ആദ്യം കൊണ്ട് കാണിക്കുന്ന ശൗചാലയം. നമ്മൾ കളിയാക്കും, ശൗചാലയം എന്ന് പറഞ്ഞു. ഈ സ്ത്രീകൾ ആദ്യം കൊണ്ട് കാണിക്കുന്നത്, ദീദി ദേഖോ അമ്മാരെ ശൗചാലയം, അവർ അല്ലെങ്കിൽ വെളിയിലേക്കല്ലേ പീരിയഡ്സ് ആയാലോ പെൺകുട്ടികളെ പഠിത്തം നിർത്തി. എന്നിട്ട് ഇപ്പോൾ ₹1 രൂപയ്ക്കാണ് നമുക്ക് ജനൌഷധി എന്നൊരു പാഡ് കിട്ടുന്നത്. പെൺകുട്ടികളൊക്കെ തിരിച്ച് സ്കൂളിൽ പോകാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും വികസനമൊക്കെ തരുന്ന ഒരു പാർട്ടിയെ വിട്ടിട്ട് സന്ദീപ് വാര്യർ പോകുന്നു. അപ്പോൾ സന്ദീപ് വാര്യർ വിചാരിച്ച് മുസ്ലിം ലീഗ് വലിയ പിന്തുണ നൽകുന്ന പാണക്കാട് തങ്ങളുടെ വീട്ടിൽ ചെന്നാണ് സന്ദീപ് വാര്യർ കാണുന്നത്. അന്ന് വരെ BJPക്ക് വേണ്ടി ഈ മുസ്ലിം സമുദായത്തിലെ പല തെറ്റുകളെയും ഉയർത്തി കാണിക്കുകയും ഡിഫെൻഡ് ചെയ്യുക ചെയ്ത ഒരാളാണ്. ഇപ്പോൾ മുസ്ലിം ലീഗുകാരും പറയുന്നു ഞങ്ങൾക്ക് സന്ദീപ് വാര്യരെ വേണ്ടെന്ന്. അപ്പോൾ മുസ്ലിം ലീഗുകാരും സന്ദീപ് വാര്യരെ കാലുവാരിയോ?
കാലുവാരുന്നല്ലോ സന്ദീപ് ജിക്ക് ഇത്രയും ബോധമില്ലെന്ന് ഞാൻ പറയുള്ളൂ. ആർക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും മുസ്ലിം ലീഗിനെ പോലെയുള്ള കോൺഗ്രസിനെ തന്നെ അദ്ദേഹം എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു. അവരൊരു ആവശ്യത്തിന് വേണ്ടി ആ സമയത്ത് ഇലക്ഷന് വേണ്ടി ഇദ്ദേഹത്തെ കരുവാക്കി. ഇദ്ദേഹത്തിന് അത് കാണാനുള്ള ഉൾക്കണ്ണുണ്ടായില്ല, അകക്കണ്ണുണ്ടായില്ല. ഞാൻ അങ്ങോട്ടേക്ക് ചെന്നാൽ അവർ കൈനീട്ടി സ്വീകരിക്കുകയില്ല, ഇത് ഈ ഇലക്ഷന് വേണ്ടിയിട്ട് മാത്രം എന്നെ ഉപയോഗിക്കുകയാണ് എന്ന് ഉള്ള തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായില്ല. ബാക്കി എല്ലാവർക്കും ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്, ഒരാളിൽ നിൽക്കുന്ന പാർട്ടിയല്ല ഇത്. ഇദ്ദേഹം സ്ഥാപക പ്രസിഡന്റോ സ്ഥാപക നേതാവോ ഒന്നും അല്ലല്ലോ. ഞങ്ങളെപ്പോലെയൊക്കെ തന്നെയുള്ള അണിയിലൊരുപ്പെട്ട പാർട്ടിയിൽ നിൽക്കുമ്പോൾ മാത്രമേ വിലയുള്ളൂ. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ നോക്കുകയാണെങ്കിൽ എത്ര പേര് വന്നാണ് അദ്ദേഹത്തെ കുറ്റം പറയുന്നത്. അപ്പൊ സന്ദീപ് വാര്യറിനൊരു തെറ്റ് പറ്റി. അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ആദ്യമേ തന്നെ ആ ജനറൽ സെക്രട്ടറി സലിം ചെയ്ത പോലെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഉറപ്പാക്കി ജനറൽ സെക്രട്ടറി എന്ന് അനൗൺസ് ചെയ്തതിന് ശേഷമേ അദ്ദേഹം ഇതിലേക്ക് വരായിരുന്നു. സങ്കടം തോന്നും. ഓരോ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് തല കാണാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഞാനുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം കാണിക്കുന്ന പരാക്രമങ്ങൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നുകയാണ്. അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുക. അതുപോലെ അന്ന് അദ്ദേഹം കയറി വന്ന ആ ഒരു വരവ് സതീശൻജിയുടെ കൈപിടിച്ച് കൊടുക്കുന്നു, ക്യാമറയിൽ എൻ്റെ മുഖം വരുന്നുണ്ടല്ലോ എന്നുള്ള മട്ടിൽ. എന്തായാലും അദ്ദേഹം ക്യാമറയിൽ ഇരുന്ന ആളാണല്ലോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഓരോരുത്തരെ ആക്കുന്നു. എവിടെ വന്നാലും എൻ്റെ മുഖം ക്യാമറയിലുണ്ടല്ലോ, കോൺഗ്രസ്സുകാരോട് ചേർന്ന. അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഈ പാലക്കാട് മുതൽ കാസർഗോഡ് വരെ നീളുന്ന മലബാറിലെ UDFന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സത്യം പറഞ്ഞാൽ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് വിചാരിച്ചാൽ മാത്രമേ കോൺഗ്രസ് ഈ പറയുന്ന സന്ദീപ് വാര്യർക്ക് ഒരു സീറ്റ് പോലും നൽകുള്ളൂ. അപ്പോൾ ലീഗിന്റെ ഒരു ഔദാര്യത്തിന് കാത്തു നിൽക്കേണ്ട ഗതികേടിലായോ സന്ദീപ്? ഒരു ഗതികേടിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. സന്ദീപ് ജി ഉയർന്നുയർന്ന് വരുമായിരുന്നു. സുരേന്ദ്രൻജിയുടെ വയനാട് നടന്ന ഇലക്ഷൻ, MP ഇലക്ഷന്റെ ചാർജ് സന്ദീപ് ജിക്കായിരുന്നു. അത് അദ്ദേഹം മനസ്സിലാക്കണ്ടേ. ഈ ഇലക്ഷന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ എന്താ, അതിന് 1.5 കൊല്ലമുള്ളൂ. അടുത്ത ഇലക്ഷനിൽ അവിടെ നിന്ന് വർക്ക് ചെയ്ത് അദ്ദേഹത്തിന് അവിടെ നിന്ന് ജയിക്കാമായിരുന്നു. അദ്ദേഹത്തിന് ആ സമയത്ത് നമ്മളിപ്പോൾ ഇതിലൊക്കെ ജ്യോതിഷത്തിലൊക്കെ വിശ്വസിക്കുന്ന എന്തോ രാഹുകാലോ കേതുകാലോ അങ്ങനെ എന്തോ മോശം കാലമായ സമയത്ത് അദ്ദേഹം എടുത്ത ഒരു തെറ്റായ തീരുമാനമേ പറയുള്ളൂ. എങ്ങനെയോ ഉയർന്നു പോകേണ്ട ആളാണ്. അദ്ദേഹത്തിനെ പോലൊരാൾക്ക് BJPയിൽ മാത്രമേ ഉയർന്നു വരാൻ പറ്റുകയുള്ളൂ. കാരണം ബാക്കി എല്ലാ സ്ഥലത്തും സ്ഥാനമോഹികളാണ്. BJPയിൽ മാത്രമേ രാഷ്ട്ര സേവകരുള്ളൂ. രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ കൈകോർക്കാനായിട്ടാണ് മോഡിജി പറയുന്നത്. രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. എന്തൊരു നല്ല തോട്ടമല്ലേ. അല്ലാണ്ട് എനിക്ക് 2 കാറ് മേടിക്കാം, എൻ്റെ ഭാര്യയ്ക്കൊരു ജോലി കൊടുക്കാം, അങ്ങനെയാണല്ലോ ഇപ്പോൾ CPMൽ കാണുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറാക്കാം. ഞാനല്ല, വസുദൈവ കുടുംബം, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശനിദശയായിരുന്നു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്തുയരങ്ങളിലേക്ക് 1.5 വർഷത്തിനുള്ളിൽ MLA ആവേണ്ട അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ഭാവികൾ നാട്ടുകാർക്ക് മുമ്പിൽ പരിഹാസ്യനായി നിൽക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.